അങ്ങനെ വീണ്ടും വാർത്തകളിലേക്കാണ്. യുവ MLA-ക്കെതിരായ വെളിപ്പെടുത്തലിന് പിന്നാലെ ശക്തമായ സൈബർ ആക്രമണം നേരിടുന്നുണ്ടെന്നാണ് റിനി ആൻഡ് ജോർജ് പ്രതികരിച്ചത്. ആ നേതാവിന്റെ ഭാഗത്തു നിന്നടക്കമാണ് ഇതുണ്ടാകുന്നത്. ഈ ആരോപണം ഉന്നയിച്ച ശേഷം ഒരുപാട് സ്ത്രീകൾ തന്നെ വിളിച്ചു. അവരിൽ പലർക്കും ഇയാളിൽ നിന്നും ദുരനുഭവം നേരിട്ടിട്ടുണ്ടെന്നും റിനി ആൻഡ് ജോർജ് പറഞ്ഞു. ഞാനിത് ഇന്ന പാർട്ടിന്നോ ഇന്ന വ്യക്തിന്നോ ഒന്നും ഞാൻ വെളിപ്പെടുത്തിയിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടുമില്ല. പക്ഷെ ഈ പറയുന്ന ആരോപണ വിധേയരാകുന്ന വ്യക്തി അല്ലെങ്കിൽ ആ വ്യക്തിയെ സംരക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന സംവിധാനത്തിൽപ്പെട്ടവരൊക്കെ ഈ രീതിയിൽ എനിക്കെതിരെ ഒരു സൈബർ അറ്റാക്ക് എന്നുള്ള രീതിയിൽ മുന്നോട്ടേക്ക് വരുന്നുണ്ട്. അതിന് ഞാൻ യാതൊരു കാരണവശാലും ഭയപ്പെടുന്നില്ല. ആ രീതിയിൽ ഭയപ്പെടുത്തി എന്നെ പിന്മാറ്റാനും സാധിക്കില്ല. എൻ്റെ ഭാഗത്താണ് ശരി എന്നുള്ളത് കൊണ്ട് അത് കാലം തെളിയുകയും ആ രീതിയിൽ തന്നെ കാര്യങ്ങൾ വരികയും ചെയ്യും. എനിക്ക് ഇന്നലെ രാത്രിയൊക്കെ പല പെൺകുട്ടികളുടെ അടുത്ത് നിന്ന് മെസ്സേജുകളും കോളുകളും വന്നിട്ടുണ്ട്. ഇതേ പ്രശ്നങ്ങളുണ്ട്, വലിയൊരു ക്രിമിനലാണ് എന്ന് എനിക്ക് കൃത്യമായിട്ട് എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ഈ ക്രിമിനലിനെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നും ഒരു പെൺകുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇയാളുമായിട്ട് ബന്ധപ്പെട്ട് പല രീതിയിൽ പരിചയമുണ്ടെന്നും ഇതിനെ ഫേസ് ചെയ്യുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ടെന്നും ഉള്ള തരത്തിലുള്ള ചില ഇത് എനിക്ക് മെസ്സേജസും കാര്യങ്ങളും വരുന്നുണ്ട്. പക്ഷെ അവരാരും തന്നെ വീട്ടിലെ പ്രശ്നങ്ങൾ, ആൾക്കാരെന്ത് വിചാരിക്കും തുടങ്ങിയ പ്രശ്നത്തിന്റെ പേരിൽ പറയാൻ ധൈര്യപ്പെടുന്നില്ല. നിതിൻ സേവ്യർ വിവരങ്ങൾ നൽകും. നിതിൻ, ഒരു യുവ നേതാവിനെതിരെ ഉന്നയിച്ച ആരോപണമാണ്. പേര് പറയാതെയാണ് ആരോപണം ഉന്നയിച്ചതെങ്കിൽ പോലും വലിയ സൈബർ ആക്രമണം നേരിടുന്നുണ്ട്. പക്ഷെ ഇതിനൊന്നും തന്നെ പിന്തിരിപ്പിക്കാൻ കഴിയില്ല എന്ന് കൂടി പറയുന്നുണ്ട്. എന്തായാലും ഈ ഒരു ആരോപണത്തിന് ശേഷമുള്ള സമയത്തെ അവർ എങ്ങനെ പറയുന്നു, ഇനിയിപ്പോൾ എന്തൊക്കെ നടപടികൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടാകും? നിയമപരമായ നടപടി എടുക്കില്ല എന്നുള്ള തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണോ റിനി? തീർച്ചയായും നിയമപരമായി ഇതിൽ മുന്നോട്ട് പോകാനില്ല എന്നാണ് റിനി ആൻഡ് ജോർജ് വെളിപ്പെടുത്തുന്നത്. പക്ഷേ തനിക്ക് ഇന്നലെ ഈ വെളിപ്പെടുത്തൽ ഉണ്ടായതിനു ശേഷം വലിയ തോതിലുള്ള സൈബർ ആക്രമണം നേരിടുന്നുണ്ട് എന്നവർ വെളിപ്പെടുത്തുന്നുണ്ട്. അത് ആ നേതാവിന്റെ ഭാഗത്ത് നിന്ന് തന്നെയാണ് ഉണ്ടാകുന്നതെന്ന് അവർ പറയുന്നത്. തന്റെ ഭാഗത്താണ് സത്യമുള്ളതെന്നും താൻ ആരോപണം ഉന്നയിച്ച ശേഷം ഒരുപാട് സ്ത്രീകൾ തന്നെ വിളിച്ച് ഇത്തരത്തിൽ അയാളിൽ നിന്നുമുണ്ടായ പീഡനങ്ങളും അല്ലെങ്കിൽ അയാൾക്കെതിരെയുള്ള ആരോപണങ്ങളും ഒപ്പം തന്നെ തനിക്ക് പിന്തുണയും ഒക്കെ തുറന്നു പറഞ്ഞിരുന്നു എന്ന് റിനി പറയുന്നുണ്ട്. ഇപ്പൊ തന്നെ വിളിച്ച പലരിൽ നിന്നും പലർക്കും ഇയാളിൽ നിന്നും ദുരനുഭവം നേരിട്ടുണ്ടെന്നും റിനി പറയുന്നുണ്ട്. അതായത് കഴിഞ്ഞ ദിവസമായിരുന്നു ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ റിനി നടത്തിയത്. ഒരു യുവ നേതാവിനെതിരെ പലയിടത്തും ഇയാളെ കുറിച്ച് പരാതി പറഞ്ഞിരുന്നുവെന്നും പരാതി പറഞ്ഞതിനു ശേഷവും ഇയാൾക്ക് സ്ഥാനമാനങ്ങൾ ലഭിച്ചിരുന്നുവെന്നും പ്രശ്നങ്ങളൊന്നുമില്ല പരിഹരിക്കുമെന്നായിരുന്നു പരാതി പറഞ്ഞപ്പോൾ നേതാക്കളുടെ പ്രതികരണമെന്നുമായിരുന്നു റിനി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പറയുമ്പോൾ പല മാന്യദേഹങ്ങളുടെയും ആറ്റിറ്റ്യൂഡ് 2KS എന്നാണെന്നും റിനി പറഞ്ഞിരുന്നു. ഒരു പ്രസ്ഥാനത്തെയും തേജോവധം ചെയ്യാനല്ല തന്റെ ഉദ്ദേശമെന്ന് റിനി വ്യക്തമാക്കുന്നുണ്ട്. സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പറയുമ്പോൾ ആരും അത് പരിഗണിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് താൻ ആ പ്രയോഗം ഉപയോഗിച്ചത്. പല ഫോറങ്ങളിലും വിഷമങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. പക്ഷേ അതിനെല്ലാം സമാനമായ ഹൂ കെയേഴ്സ് എന്നൊരു പ്രതികരണമാണ് തനിക്ക് ലഭിച്ചിട്ടുള്ളത്. പരാതി പറഞ്ഞതിന് ശേഷവും ഈ താൻ ഉന്നയിച്ച പരാതിയിലെ വ്യക്തിയെക്കുറിച്ച് സ്ഥാനമാനങ്ങൾ പാർട്ടി നൽകുകയാണ് ചെയ്തതെന്നും അവർ പറയുന്നുണ്ട്. ഈ പാർട്ടിയോടും ഈ പ്രസ്ഥാനത്തിലെ പലരുമായും തനിക്ക് വളരെ അടുത്ത സ്നേഹബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ പേര് ഇയാളുടെ പേര് വെളിപ്പെടുത്താൻ താൻ ഉദ്ദേശിക്കാത്തതെന്നാണ് റിനി കഴിഞ്ഞ ദിവസം വരുന്നത്. അതായത് ഇവർ പുറത്തൊക്കെ, അതായത് മറ്റ് മാധ്യമങ്ങളോടടക്കം ഇവർ ആരോപണം ഉന്നയിക്കുമ്പോൾ പോലും ഈ ആരോപണ വിധേയനായ ആളുടെ പേര് പറയാതെ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പറയുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അവരെന്താണ് പ്രതീക്ഷിക്കുന്നത്? ഈ ഒരു നേരത്തെ പാർട്ടിയിലൊക്കെ പരാതി പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ ആരോപണങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ട ഒരു പാർട്ടി നടപടി ഉണ്ടാകുമെന്നാണോ പ്രതീക്ഷിക്കുന്നത്? അങ്ങനെ അല്ലെങ്കിൽ റിനി എന്താണ് ചെയ്യുക? തീർച്ചയായും റിനി ഇക്കാര്യത്തിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനില്ല എന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. ഈ പ്രസ്ഥാനത്തിൽ നിന്നും എന്തെങ്കിലും തുടർ നടപടികൾ ഉണ്ടാകുമോ എന്നാണ് നിലവിൽ റിനി കരുതുന്നത്. ഏതെങ്കിലും തരത്തിൽ പ്രസ്ഥാനത്തിൽ നിന്നൊരു തുടർ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് അവർ കരുതുന്നത്. മറ്റൊരു നടപടി ഉണ്ടായില്ലെങ്കിൽ പിന്നീട് മറ്റു രീതിയിൽ പ്രതികരിക്കാം, അല്ലെങ്കിൽ പിന്നീട് അതിനെക്കുറിച്ച് ആലോചിക്കാമെന്നാണ് നിലവിൽ അവരുടെ തീരുമാനം. മോശമായ നേതാക്കളെ നേതൃത്വം തന്നെ സ്വയം നിയന്ത്രിക്കേണ്ടതാണ് എന്നാണ് റിനി പറയുന്നത്. അവർക്കെതിരെ കൃത്യമായ നടപടിയെടുക്കണം. പ്രത്യേകിച്ച് താൻ ഇയാളെ കുറിച്ച് പലതവണ പരാതികൾ പാർട്ടിയിലെ മുതിർന്നവരോട് അല്ലെങ്കിൽ പാർട്ടിയിലെ ഉത്തരവാദിത്തമുള്ള നേതാക്കന്മാരോട് പറഞ്ഞിരുന്നു. പക്ഷേ അപ്പോഴൊന്നും ഇദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാതെ പകരം അദ്ദേഹത്തിന് സ്ഥാനമാനങ്ങൾ നൽകാനാണ് ഈ പാർട്ടി തയ്യാറായത് എന്നാണ് റിനി പറയുന്നത്. അപ്പോൾ നിലവിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനില്ല. പകരം ഇക്കാര്യങ്ങളൊക്കെ ആളുകൾ അറിയണം, അല്ലെങ്കിൽ
പാർട്ടി ഇയാൾക്കെതിരെ കൃത്യമായ നടപടികൾ എടുക്കാം. ഇത്തരത്തിൽ സ്ത്രീകൾക്കെതിരെ പെരുമാറുന്ന ഇത്തരത്തിൽ വളരെ മോശം സ്വഭാവമുള്ള ആളുകളെ നേതൃത്വം തന്നെ നിയന്ത്രിക്കണമെന്നതാണ് റിനിയുടെ നിലവിലെ ആവശ്യം. നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ പാർട്ടി ഇനിയും ഇത്തരത്തിൽ നടപടികളൊന്നും എടുത്തില്ലെങ്കിൽ പിന്നീട് അതേക്കുറിച്ച് ആലോചിക്കാമെന്നും റിനി പറയുന്നുണ്ട്. ഏതായാലും നിലവിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനില്ല എന്നാണ് റിനി പറയുന്നത്. സമാനമായ പരാതികൾ അല്ലെങ്കിൽ ഇയാൾക്കെതിരെയുള്ള ആരോപണങ്ങൾ തന്നെ വിളിച്ച് കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രിയും ഒക്കെ തന്നെ ഒരുപാട് പെൺകുട്ടികൾ അവർക്കുണ്ടായ അനുഭവങ്ങൾ തന്നെ വിളിച്ച് പങ്കുവച്ചിട്ടുണ്ട് എന്നാണ് റിനി പറയുന്നത്.